ലളിതമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവെ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമേതര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാവരും എൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനും അടിയന് കൃപ തന്നതിനായി സ്തോത്രം. കടന്ന രാത്രി മുഴുവനും കർത്തർ കൺമണി പോലെ ഞങ്ങളെ മറച്ചൊരാപത്തില്ലാമെ അനർത്ഥമില്ലാമെ കർത്താവെ കഷ്ടമില്ലാമെ വേദനയില്ലാമെ ഞങ്ങളെ അതിശയമാകെ സന്തോഷമാകെ സമാധാനമാകെ തല നിദ്രയെ കൊടുത്ത് ബലം തന്ന് പാതുകാത്ത് കർത്താവെ നടത്തി വന്ന വിധങ്ങൾക്കാകെ സ്തോത്രം. ഒരു പുതിയ നാളെ കാണെ ഞങ്ങൾക്കൊരു ഭാഗ്യം നീ തന്നല്ലോ, അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ കേരളത്തിലെ ഇന്ത്യക്ക് വെളിയിൽ അനേകം രംഗത്ത് പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പച്ച. കർത്താവെ ആരെല്ലാം എന്തെന്ത് വിധത്തിൽ വേദനയോട് കണ്ണനീരോട് കഷ്ടത്തിൽ പ്രയാസത്തിൽ കർത്താവെ സ്തോത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വേദനയോടിരിക്കുന്നു, പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. അത് രോഗക്കിടക്കായിരിക്കും, മരണക്കിടക്കായിരിക്കും, പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, മറ്റ് ശത്രുവിൻ്റെ പല പോരാട്ടങ്ങളായിരിക്കും, പല ബന്ധനങ്ങളായിരിക്കും, പൈശാചിക പോരുകളായിരിക്കും, പൈശാചിക പോരാട്ടങ്ങളായിരിക്കും. ഏതായിരുന്നാലും കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ നീ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ അപ്പച്ചാ. നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി കർത്താവേ നിന്റെ രക്തത്താല മുദ്രയിൽ നീ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിക്കണം. കേരളത്തിലോ ഇന്ത്യയിലോ ദേശത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് വേദനിക്കുന്നോ, കരയുന്നോ, പ്രാർത്ഥിക്കുന്നോ, അപേക്ഷിക്കുന്നവർക്കെല്ലാം മറുപടി കൊടുത്താട്ട്. അനേക കാലങ്ങളായി പ്രാർത്ഥിച്ച് എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ല, എൻ്റെ കണ്ണുനീര് എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ല, എൻ്റെ യാചന ദൈവം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പച്ച. അവർക്കെല്ലാം നീ അത്ഭുതം ചെയ്യണമേ. തീരാതെ രോഗത്തിനാല്, തീരാതെ ബലഹീനത്തിനാല്, തീരാതെ പാപശാപത്തിനാല്, പട്ടിണിയിനാല്, ദാരിദ്ര്യത്തിനാല് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പച്ച. ആശ്വസിപ്പിക്കാൻ ആരുമില്ല, വിടിവിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ലാതെ കർത്താവേ സഹായമറ്റ കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ. അവർക്കെല്ലാം നീ സഹായരായി ഇറങ്ങണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അപ്പച്ചൻ്റെ പൊന്നു പാദപീഠത്തിൽ വന്ന് കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാൽ മഹത്വമേറിയ കരങ്ങൾ ഏൽപ്പിക്കണേ, ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നിശ്ചയം ഓരോരുത്തരെ അനുഗ്രഹിച്ച് ബലപ്പെടുന്നതിന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1234 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി നമ്മളെ നടത്തുവാൻ ശക്തനാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് കർത്താവ് കൂടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകുവാൻ, നമുക്ക് ഉത്തരം നൽകുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. വിഷമിക്കേണ്ട. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 142 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 6-ാം വാക്യം പറയുന്നത്, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാർ ആകയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നമുക്ക് 6-ാമത്തെ വാക്യമാണ് ഇന്ന് മുഖ്യமான വാക്യം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് കണ്ണുനീരോട്, വേദനയോട്, നെടുവീർപ്പോട്, കണ്ണുനീരോടിരിക്കുന്ന നിങ്ങൾ ഈ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ കർത്താവ് നിശ്ചയമായി ഇറങ്ങി വന്ന് നിങ്ങളുടെ കരച്ചിലിൻ്റെ വിഷയത്തെ മനസ്സിലാക്കി ആ കണ്ണുനീരിന് മറികടന്ന് പോകാതെ ദൈവം നിങ്ങളുടെ നിലവിളിക്ക് ഒരത്ഭുതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്ന പച്ച, ഏറ്റവും എളിമപ്പെട്ടിരിക്കുക. എല്ലാവരുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ലാത്തവനായി, നിസ്സഹായനായി, അനാഥയായി, കർത്താവേ സാധുവായി, കർത്താവേ സ്തോത്രം, ഞാൻ അങ്ങനെ കാണുകയാണ്. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ കർത്താവേ, എൻ്റെ പുറകിൽ നിന്നുകൊണ്ട് എന്നെ കൊട്ടുന്ന, എന്നെ അടിക്കുന്ന, എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ഭീഷണിപ്പെടുത്തുന്ന, എനിക്ക് ദ്രോഹം ചെയ്യുന്നവർ എന്നെക്കാട്ടിലും കർത്താവേ ബലവാന്മാരാകയാൽ. ഇവിടെ പറയുന്നുണ്ടോ, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണേ പച്ച. എന്നെ കൊണ്ട് വിടുതൽ പ്രാപിക്കാൻ ശക്തിയില്ല. അവരോട് എതിർത്ത് നിൽക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ, കണ്ണിനിക്കാതെ അവരോട് എതിർക്കുള്ള പണമോ ആളുബലമോ കർത്താവേ, ആമേൻ, ആമേൻ, എന്ത് ശേഷിയും എനിക്കില്ലപ്പ. ഞാൻ തകർന്ന പാർട്ടിയാണ്, കൈവിടപ്പെട്ടൊരു പാർട്ടിയാണ്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടൊരു പാർട്ടിയാണ്. കണ്ണുനീര് വിട്ട് ഇനി എനിക്ക് കരയുവാൻ എൻ്റെ തലയിൽ വെള്ളമില്ല പച്ച. എൻ്റെ കണ്ണുകളെല്ലാം കുഴിഞ്ഞു പോയിരിക്കുകയാണ്. അത്രമാത്രം ഞാൻ കരഞ്ഞു, ഞാൻ നെടുവീർപ്പിട്ടു, ഞാൻ വേദനിക്കുന്നു, എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ല. ആയതുകൊണ്ട് എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് നമ്മളുടെ കാണുന്നത്. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കൈക്ക് എന്നെ വിടുവിക്കണമേ.
നിശ്ചയമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് നിങ്ങൾക്കൊരു പരിപൂർണ്ണ വിടുതലെ തരും. ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ദൈവം നിങ്ങളെ മറക്കുകയില്ല, ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഒരു കാലത്തും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂട്ടിനുണ്ട്, കൂടെയുണ്ട്, കൈവിടത്തില്ല, കൈപിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് കരയുന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മുഖത്ത് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നിങ്ങൾ ആരായിരുന്നാലും എവിടെ ഇരുന്നാലും നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കുന്ന ദൈവം നിങ്ങളെ തേടി വരുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയെല്ലാം ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചല്ലോ, ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയല്ലോ. ഇന്ന് ഈ പകൽക്കാലവും ഈ അതിരാവിലെ സമയം തൊട്ട് ഇന്ന് പകൽ മുഴുവനും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരും, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ദൈവം തരും, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. എവിടെയും നിങ്ങൾ തളരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു ശത്രുവും നിങ്ങളെ ജയിക്കുവാൻ ദൈവം തമ്പുരാൻ വിട്ടുകൊടുക്കത്തില്ല, സമ്മതിക്കത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ നല്ല പിതാവേ, നല്ല സമയത്തിനായ പശ്ചാത്തലത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവേ ഇതിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാന്റെ ശക്തിയും ബലനും കൃപയും തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ പകൽക്കാലം മുഴുവനും നിന്റെ കുഞ്ഞുങ്ങളോടുകൂടെ കർത്താവിന്റെ കരക്കൂടെ ഇരിക്കണം. അവരുടെ ഭവനത്തെ കർത്താവ് കാത്തു സൂക്ഷിക്കണം. അവരുടെ യാത്രകളില്, ജോലികളില്, അവരുടെ വിദ്യാഭ്യാസ വിഷയങ്ങളില്, ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു അവിടെ എല്ലാം നിന്റെ തിരു സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. നീ അവരെ നടത്തിക്കൊണ്ട് പോകണം. നിന്റെ കണ്ണവരോട് പതിഞ്ഞിരിക്കണം. നിന്റെ കാവലും സൂക്ഷിപ്പും ഉണ്ടായിരിക്കണം. ആപത്തുകളോ, അനർത്ഥങ്ങളോ, പ്രയാസങ്ങളോ, കണ്ണുനീരോ, അതാവ് വിപത്തുകളോ, മരണങ്ങളോ, ഒരു വിധത്തിലും എന്ത് ഒരു നഷ്ടവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വരുവാൻ ദൈവം സമ്മതിക്കരുത്. പച്ച കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവലോടെ കാത്തിരിക്കുന്നവർ അനേകരുണ്ട്. പച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ അനേകരകത്തുണ്ടല്ലോ. അവരെല്ലാം കർത്താവ് സ്നേഹിച്ച് നടത്തണമേ, പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ. അവർക്കൊരു അനർത്ഥം വരുവാൻ, ആപത്ത് വരുവാൻ, വേദന വരുവാൻ, കണ്ണുനീര് വരുവാൻ ദൈവം സമ്മതിക്കരുതപ്പച്ച. അത്ഭുതം നീ പ്രവർത്തിച്ചാട്ട്. ദുഷ്ടന്റെ ഒരു ചതിയിൽ കുഞ്ഞുങ്ങൾ വീഴരുതേ, അവന്റെ കുഴിയിൽ കുഞ്ഞുങ്ങൾ വീഴരുതേ, അവൻ വെച്ചിരിക്കുന്ന കണ്ണിയിൽ എന്റെ കുഞ്ഞുങ്ങൾ വീഴരുതേ. ഒരനർത്ഥം പോലും ഒരുത്തർക്കും സംഭവിക്കുവാൻ അപ്പച്ചാ നീ വിട്ടുകൊടുക്കരുതേ. കണ്ണിന്റെ മണി പോലെ കാക്കണമേ, സൂക്ഷിക്കണമേ. ഒരമ്മയെ പോലെ സ്നേഹിക്കണമേ, പരിപാലിക്കണമേ. ഒരപ്പനെ പോലെ ചുമന്നുകൊണ്ട് നടക്കണമേ. താഴെ വിടരുതപ്പച്ച, കൈവിടരുതപ്പച്ച, ഉപേക്ഷിക്കരുതപ്പച്ച, മറക്കരുതേ. എൻ്റെ കുഞ്ഞുങ്ങളെ മറക്കരുതപ്പച്ച. ഈ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ പോലും നീ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്, മറക്കരുത്. അവരുടെ കണ്ണുനീര്, അവരുടെ യാചനകൾ, അവരുടെ അപേക്ഷകൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന കാര്യങ്ങൾ, കൈകാൽ തളർന്നിരിക്കുന്നു, മനസ്സ് തകർന്നിരിക്കുന്നു, ജീവിതം തകർന്നിരിക്കുന്നു, മുന്നോട്ട് പോകാൻ ഒരു ശക്തിയുമില്ല, ബലനമില്ല, പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ ഒന്നും പ്രാപ്തിയില്ലാതെ ക്ഷീണിതരായി കിടക്കുന്ന പച്ച അവരെല്ലാം ഒന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. നിന്റെ കൃപയ്ക്കായി 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 നിന്റെ കുഞ്ഞുങ്ങളെ നിറച്ച് നടത്തണമേ. നീ പ്രാർത്ഥിക്കുക. നിന്റെ ചിറകിന്റെ മറവിൽ സൂക്ഷിക്കണമേ. അപ്പച്ചാ നിന്റെ കരവരുടെ കൂടെ ഇരിക്കട്ടെ. നിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകി കൊടുക്കണമേ. ഒരാപത്ത് പോലും വരുവാൻ, ഒരനർത്ഥം പോലും സംഭവിക്കുവാൻ നീ വിട്ടുകൊടുക്കുന്നപ്പച്ച, വിട്ടുകൊടുക്കുന്നപ്പച്ച. എല്ലാവരും രക്തക്കോട്ടയ്ക്കുള്ള മറയ്ക്കണം, രക്തത്താലെ മുദ്രയിടണം, തീമതിൽ കെട്ടി സൂക്ഷിക്കണം. ഒരു ദുഷ്ടനും നിന്റെ കുഞ്ഞുങ്ങളെ തൊടുവാൻ, ബലഹീനപ്പെടുത്തുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, തളർന്നു പോകുവാൻ ദൈവമേ നീ സമ്മതിക്കരുത് പച്ച. എല്ലാവരെയും തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുക, എല്ലാവരെയും തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുക, എല്ലാവരെയും തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുക, എല്ലാവരെയും തൃപ്പാദത്തിലേക്ക് കൊണ്ട് വയ്ക്കുന്ന പച്ച. നീ കാത്തു സൂക്ഷിക്കണം, നീ വഴി നടത്തണം. കർത്താവേ നീ പരിപാലിക്കണം, നീ പരിപാലിക്കണം. നിന്റെ കാവലുണ്ടായിരിക്കണം, നിന്റെ സൂക്ഷിപ്പുണ്ടായിരിക്കണം. അവരവരുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ, ദാരിദ്ര്യങ്ങൾ, കർത്താവെ കണ്ണുനീരുകൾ, രോഗങ്ങൾ, മരണഭയങ്ങൾ, മരണക്കിടക്കകൾ, കർത്താവെ സകലവും നഷ്ടപ്പെട്ട് തരിപ്പണമായി ആരുടെയും സഹായമില്ലാതെ നിസ്സഹായരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൈവിടപ്പെട്ടവർ, കർത്താവെ തളർന്നു പോയവർ, ക്ഷീണിച്ചു കിടക്കുന്നവർ, കരയുന്നവർ, മുറിവേറ്റ് കിടക്കുന്നവർ, ആഹാരത്തിന് വേണ്ടി, ഈ ഭവനത്തിന് വേണ്ടി തലചായ്ക്കാൻ ഇടമില്ലാതെ, മാറ്റുവാൻ വസ്ത്രമില്ലാതെ, പല രീതിയിൽ എവിടെല്ലാം നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്നു. ഫാമിലിയിലെ പ്രശ്നം, പ്രയാസങ്ങൾ, ഭാര്യ ഭർത്താക്കളുടെ ഭിന്നിപ്പുകൾ, വഴക്കുകൾ, കർത്താവെ അവർ തകർന്നു കിടക്കുന്നു, കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്നു. അപ്പനൊരിടത്തിൽ, അമ്മയിടത്തിൽ, മക്കളിടത്തിലായി ചെറിക്കിടക്കുന്ന ഒത്തിരി പേരുണ്ട് പച്ച. അവരെല്ലാം ഒന്ന് യോജിപ്പിക്കണമേ. അവർ ദൈവ സ്നേഹത്തിൽ നിൽക്കുവാൻ ദൈവ ഭയത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണം പച്ച. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ, നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ. ആ ഭയം നിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണം പച്ച. ഒരു ഭവനത്തിലും പ്രശ്നങ്ങളോ, വഴക്കുകളോ, മല്ലുകളോ, പിണക്കമോ, വൈരാഗ്യമോ ഇതുമേ ഇരിക്കരുത് പച്ച. നിന്റെ വരവിൽ നിന്റെ കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കരുത്. അവരെ ഉപേക്ഷിക്കരുത്,
കൈവിടരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്ഷമ കൊടുക്കണമേ, വിട്ടുകൊടുക്കുന്നതല്ല, മനസാക്ഷി കൊടുക്കണമേ. ദൈവസ്നേഹത്തിൽ ഓരോരുത്തർ കാണുവാൻ, ദൈവസ്നേഹത്തിൽ ഓരോരുത്തരോട് പെരുമാറുവാൻ, ദൈവസ്നേഹത്തിൽ നടക്കുവാൻ കർത്താവ് കൃപ തരണമേ. നിന്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ, നിന്റെ ആലോചനയിൽ നിൽക്കുവാൻ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ഒരുത്തരും സത്യത്തെ വിട്ട് പോകുവാൻ, സത്യത്തെ വിട്ട് പുറമോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കരുത് അപ്പച്ച. തൻ്റെ പണമോ തൻ്റെ പഠിപ്പോ തൻ്റെ അഹങ്കാരമോ തൻ്റെ കർത്താവേ ശരീരത്തിൻ്റെ സ്റ്റൈലോ ഒന്നും തൻ്റെ ആരോഗ്യങ്ങളൊന്നും കണ്ട് മയങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കരുത്. അതെല്ലാം മായയിലും മായ എന്നുള്ളത് കുഞ്ഞുങ്ങൾ വന്നിട്ടപ്പച്ച. ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരെയും കാക്കണം, സൂക്ഷിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല. അവിടെ പ്രാർത്ഥിച്ച് അവർ ക്ഷീണിച്ചിരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു മറുപടി ലഭിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു നന്മ ഉണ്ടാകുന്നില്ലല്ലോ, ഞങ്ങളുടെ ഭവനത്തിനൊരു വിടുതൽ ലഭിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ രോഗത്തിനൊരു ശമനമില്ലല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്ത് കാണും അപ്പച്ച. അവർക്കെല്ലാം നീ ആശ്വാസം കൊടുക്കണമേ. ഞാൻ പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു വിഷയം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു, ഒരു ലാഭവും ഒരു നന്മ എനിക്കില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കർത്താവ് തൊടണമേ, അവരെ വിശ്വാസത്തിൽ നിലനിർത്തണമേ, അവരെ ദൈവമേ നീ ശക്തീകരിക്കണമേ. അവർ പുറമോട്ട് പോകുവാൻ, വിശ്വാസം വിട്ടു പോകുവാൻ, ഈ പ്രാർത്ഥന വിട്ടു പോകുവാൻ, ദൈവസ്നേഹം വിട്ടു പോകുവാൻ, വചനം വിട്ടു പോകുവാൻ, ഇഷ്ടത്തിനും ജീവിക്കുവാൻ കർത്താവേ നിരാനുവദിക്കരുതേ. ദുഷ്ടന്റെ എല്ലാ ചതികളും അവന്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് തകരണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാൻകളാകയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഇന്ന് ഒരു വിടുതലിൻ്റെ ദിവസമായി, ഒരു രക്ഷയുടെ ദിവസമായി, ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി കർത്താവ് മാറ്റണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൊണ്ടുവന്ന് നിന്റെ പാദപീഠത്തിൽ കൊണ്ട് വയ്ക്കുന്ന പച്ച നിന്റെ കണ്ണിൻ്റെ മണി പോലെ നീ സൂക്ഷിച്ചാട്ട്, വേലിയടച്ചാട്ട്, മുദ്രയിട്ടാട്ട് ഒരുത്തർക്കും ഒരാപത്തരത്ത് വരുവാൻ നീ സമ്മതിക്കരുതേ. ആവശ്യമുള്ളവർക്ക് ആഹാരങ്ങൾ, ബലഹീനമുള്ളവർ ബലൻ, സുഖഹീനമുള്ളവർക്ക് സുഖം എല്ലാം കൊടുത്ത് അവനെ അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം. അതിനെ താഴ്ത്തുന്നു കർത്താവേ. നീ പ്രാർത്ഥനകളായി സ്തോത്രം. തുടർന്ന് ദിനങ്ങളിൽ പ്രാർത്ഥികളുടെ ശക്തിയും ബലനും കൃപയും തന്നാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അത്ഭുതമായി നടത്തും. എനിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുള്ള കൺവെൻഷൻ ഒത്തിരി മംഗളമായി നടന്നു. 10 പേര് സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. തുടർന്ന് ഈ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച മറുപടി കൺവെൻഷനുണ്ട്. അടുത്ത ആഴ്ചയിൽ അതുപോലെ കൺവെൻഷനുണ്ട്. ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, അനേകർ രക്ഷിക്കപ്പെടണം, അനേകർ വിടുതൽ പ്രാപിക്കണം, ദേശത്തിലൊരു ഉണർവുണ്ടാക്കണം. അതിനെ ദൈവം കാക്കണം, സൂക്ഷിക്കണം, ബലം തരണം. അതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഭവനത്തിന് വേണ്ടി, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം പറഞ്ഞ് ഇവിടെ പറയുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ്.